ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല വയനാടും മുണ്ടക്കൈയും ചൂരൽമലയുമൊക്കെ. മുണ്ടക്കൈയിലെ ജനങ്ങളുടെ സ്നേഹം ആവോളം അനുഭവിച്ച ഒരാൾക്ക് ആ ദുരന്തം സമ്മാനിച്ച ആഘാതം എത്രത്തോളമായിരിക്കും. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ ഫീൽഡ് ഓഫീസറായിരുന്ന ജാഫർ അലിക്ക് ചുരമിറങ്ങുമ്പോൾ മുണ്ടക്കൈയിലെ ജനങ്ങൾ ഒരു സമ്മാനം നൽകി. നാടിൻ്റെ പേര് ആലേഖനം ചെയ്ത ഒരു പൊന്മോതിരം. ആ പൊന്മോതിരത്തിനും അപ്പുറമാണ് മുണ്ടക്കൈയിലെ ജനങ്ങളുടെ സ്നേഹമെന്ന് ജാഫർ അലി ഇപ്പോഴും ഓർമ്മിക്കുന്നു. വയനാട് മുണ്ടക്കൈ ഒരു തീരാനോവായി കേരളക്കരയുടെ മനസ്സിൽ അങ്ങനെ തുടരുകയാണ്. വയനാട് മുണ്ടക്കൈയുടെ ആ ഒരു സ്നേഹാദരവ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങി അവിടെ വർഷങ്ങളോളം ജോലി ചെയ്തെത്തിയ ഒരു വ്യക്തി ഇടുക്കി ജില്ലയിലെ കരടിക്കുഴിയിലുണ്ട്. ജാഫർ അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഒരു ദുരന്തത്തിന് ശേഷം ആ ഒരു സ്ഥലത്തെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ വളരെയധികം സുന്ദരമായ ഒരു പ്രദേശം, പ്രകൃതിയുടെ രമണീയമായ ഒരു പ്രദേശമാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും പോയാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത്ര സുന്ദരമായ ഒരു പ്രദേശം തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് അതിൻ്റെ വൈകൃത സ്വഭാവം കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ എല്ലാം നാശാവശായിക്കൊണ്ട് ഇന്നിപ്പോൾ ഒരു പുല്ലുപോലും വരെ ഇല്ല, അതുപോലത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ സങ്കടമുള്ള ഒരു സംഭവമാണ് അത്. വളരെ ദാരുണമായ സംഭവം തന്നെ പറയാം. കാരണം എനിക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. ഞാൻ 6 വർഷത്തോളം അവിടെ ജോലി ചെയ്ത് ഞാൻ 2010 കൂടിയാണ് അവിടെ വരുന്നത്. 2010 അവിടെ വരുന്നു. 2016 കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അത് ആ ഒരു 6 വർഷം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ പറ്റുന്ന ഒത്തിരി നിമിഷങ്ങളുണ്ട്. കാരണം അവിടുത്തെ തൊഴിലാളികളും അവിടുത്തെ ആളുകൾ അവിടുത്തെ എസ്റ്റേറ്റിനകത്തു നിന്നല്ല പുറത്തും താമസിക്കുന്ന ആളുകളായിട്ടും ഞാൻ വളരെയധികം സൗഹൃദത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സ്നേഹം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പ്രദേശത്ത് നിന്ന് താമസിക്കുമ്പോൾ പറഞ്ഞാൽ അവരുടെ ഒരു ഫീൽഡ് ഓഫീസർ എന്നുള്ള നിലയ്ക്കല്ല അവരെന്നെ കൊണ്ട് ചെയ്തിരിക്കുന്നത്. അവരിലൊരാൾ എന്ന രീതിയിൽ അവരുടെ കുടുംബത്തിലൊരാൾ പോലെയാണ് അവർ എന്നോട് പെരുമാറിയിരുന്നത്. ആ ഒരു സ്നേഹം ഇന്നും എനിക്ക് അവരോടുണ്ട്. ഞാനെപ്പോഴും വിളിക്കാറുണ്ട്, അവർക്ക് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ ഞാൻ രാവിലെ ഇപ്പോൾ ചാനലൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. വളരെ ഷോക്ക് ആയിപ്പോയി അത് ആ സംഭവം അറിഞ്ഞു. പിന്നെ ഒത്തിരി വിഷമം ഉണ്ടാക്കി. കാരണം ഞാൻ പല ആളുകളും ബന്ധപ്പെടാൻ ശ്രമിച്ചു, പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ പോയി. അവിടെ നിലവിൽ വളരെ വിരലെണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അവരൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഇന്നിപ്പോൾ രാവിലെയും കൂടി ഞാൻ സംസാരിക്കേണ്ടായി. അതുപോലെ തന്നെ ഒരു പൊന്മോതിരം തന്നാണ് അവിടുത്തെ മുണ്ടക്കൈ ആളുകൾ സാറിനോടുള്ള അത് ഞാൻ 2016 അവിടുന്ന് പോരുന്നത്. ആ സമയത്ത് എനിക്കൊരു വളരെ ഊഷ്മളമായ ഒരു സെൻഡ് ഓഫാണ്, ഒരു യാത്രയപ്പാണ് അവർ നൽകിയത്. അതിനകത്ത് എനിക്ക് എല്ലാ തൊഴിലാളികളും ചേർന്ന് എനിക്കൊരു മോതിരമാണ് കൊടുത്തത്. ആ മോതിരത്തിനകത്ത് അവർ മുണ്ടക്കൈ എന്ന് ആലേഖനം ചെയ്തിട്ടാണ് എനിക്ക് തന്നത്. അത് അന്ന് അവരെന്നെ പറയുന്നുണ്ട്, സാർ ഇത് ഈ മോതിരം ഞങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾ നൽകുന്നത്, അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ഞങ്ങളൊരു ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അത് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലിപ്പോഴും സേഫാണത്. അത് എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ അടുത്ത് കയ്യിലുണ്ട്. ആ സാധനം ആ സ്നേഹം ഞാൻ ഇന്ന് ഓർക്കുന്നു. അതുകൊണ്ട് എനിക്കത് ഒത്തിരി വിഷമമുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതിൽ. അത് തന്നതിലധികം ആളുകളും ഇപ്പോൾ ആ ഒരു മുണ്ടക്കൈ പ്രദേശത്തുണ്ടോ? തന്ന ആളുകൾ ഇപ്പോൾ കുറച്ച് ആളുകളേ ഉള്ളൂ. ഒരുപാട് ആളുകൾ മരിച്ചുപോയി. കാരണം ഇത്രയും വലിയൊരു ആഘാതം വന്നിട്ടില്ലേ. ഒറ്റ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തല്ലേ ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരാളെ വിളിച്ചപ്പോൾ ക്യാമ്പിൽ ഉള്ള ഒരാളെ ഞാൻ വിളിച്ചിരുന്നു. സങ്കടമാണ് അവർ പറയുന്നത്, കരയാണ് ചെയ്യുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവരുടെ അനുഭവം. ഞാൻ അവർ മുന്നോട്ട് എന്താണ് അവിടേക്ക് നാളെ ഞങ്ങൾക്ക് വേറെ കിടക്കാൻ സ്ഥലമില്ല, ഞങ്ങൾക്ക് ഇനി പോകാൻ സ്ഥലമില്ല എന്ന രീതിയിൽ പറഞ്ഞ ഒരു തേങ്ങലാണ് അവർ പറയുന്നത്. നമ്മളതൊക്കെ കേട്ട് ആശ്വാസം മാത്രമേ നമുക്ക്, ആശ്വാസവാക്കുകൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആ ഒരു അവസ്ഥയാണ് അവർ. നമ്മളെല്ലാവരും കൈയഴിച്ച് സഹായിക്കേണ്ട ഒരു നിമിഷമാണ്. നമ്മൾ നാളെ എല്ലാവരും കേരളം ഒട്ടാകെ അവരുടെ കൂടെ നിൽക്കണം, അവരോട് ചേർത്ത് നിൽക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു പൊന്മോതിരം ഇനി ജീവിതാവസാനം വരെ ഒരു ഓർമ്മയായി അത് അവിടെ തന്നെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ആ ഒരു പ്രദേശം തന്നെ അവിടെ ഇല്ലാതായിരിക്കാൻ ഇനിയിപ്പോൾ ആ ഒരു പ്രദേശത്ത് തന്നെ നമുക്ക് ഓർക്കണം. ഈ മോതിരത്തിലൂടെ നമുക്ക് ഓർക്കാമല്ലോ. ആ ഒരു ഇതിലാണ്. ആ ഒരു പൊന്മോതിരം തനിക്ക് സമ്മാനമായി കിട്ടിയ ഒരു പൊന്മോതിരം ഒരു നിധി പോലെ അദ്ദേഹം ജീവിതാവസാനം വരെ സൂക്ഷിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കരടിക്കുഴിയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.